എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്? ഓക്കെ ആയിരുന്നോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? അഭിഷേക്, യെസ്, പറഞ്ഞേ. ഓക്കെ. എന്തൊക്കെ ഡേറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചു? ഓക്കെ ഓക്കെ. ഹസ്ന, എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു? Arithmetic operators. ഓക്കെ. അപ്പൊ അത് ചെയ്യേണ്ട രീതികളൊക്കെ ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്പറേറ്റർ നോക്കാം. അടുത്ത ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്താണ്? കേട്ടിട്ടുണ്ടോ? വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഈക്വൽ ടു ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഇത് പ്ലസ് ഈക്വൽ ടു ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. പിന്നെ സ്റ്റാർ മൈനസ് ഈക്വൽ ടു, അതുപോലെ സ്റ്റാർ ഈക്വൽ ടു, ദെൻ ഡിവിഷൻ ഈക്വൽ ടു, മോഡുലസ് ഈക്വൽ ടു. ഇതെല്ലാം എന്താണ്? അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ. ഒരു വാല്യൂ ഒന്നിനോട് അസൈൻ ചെയ്യുന്നതാണ് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ്. ഈക്വൽ ടു ഓപ്പറേറ്റർ. ഓക്കെ. അപ്പൊ ഈക്വൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ എ ഈക്വൽ ടു ബി, പ്രിന്റ് എ വിളിക്കുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും print ചെയ്ത് കിട്ടുന്നത്? എ ഈക്വൽ ടു ബി, പ്രിന്റ് എ ആണ് വിളിക്കുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്? പറഞ്ഞേ അഭിഷേക്. അതായത് എ ഈക്വൽ ടു ബി എന്ന് കൊടുക്കാന്ന് വിചാരിക്കുക. എന്നിട്ട് പ്രിന്റ് വിളിക്കുവാണെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് എ ഈക്വൽ ടു ബി ആണ് ഞാൻ കൊടുത്തത്. എന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്യുവാണ്. എ പ്രിന്റ് എ വിളിക്കുവാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ബി എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കിട്ടുമോ? കോഡ്സിൽ കൊടുക്കുവാന്ന് വിചാരിക്കാം. ഓക്കെ, കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു ഓപ്പറേറ്റർ എന്തായിരിക്കും? ഒരു വാല്യൂ ഒന്നിനോട് അസൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഈക്വൽ ടു ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എ ഈക്വൽ ടു ബി എന്ന് കൊടുക്കുവാണെങ്കിൽ പ്രിന്റ് എ വിളിച്ച് നമുക്ക് ബി എന്ന് റിട്ടേൺ ചെയ്ത് കിട്ടും. അപ്പൊ ഞാൻ എ ഈക്വൽ ടു 10 ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും നമ്മുടെ എയുടെ വാല്യൂ? എയുടെ വാല്യൂ 10 ആണ്. കാര്യം നമ്മുടെ പൈത്തൺ എന്ന് പറയുന്നത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആണ്. ആദ്യം ഒന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്തയിലേക്ക് പോകും. ലാസ്റ്റ് എന്താണോ ഒന്ന് സ്റ്റോർ ആവുന്നത് അതായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ. അപ്പോ എയുടെ വാല്യൂ 10. ഇപ്പൊ നമ്മൾ അതൊന്നും അല്ല പറഞ്ഞത്, അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് പറഞ്ഞത്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ ഒന്നിനോട് എന്ത് ചെയ്ത് വെക്കും? അസൈൻ ചെയ്ത് വെക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എ ഈക്വൽ ടു ബി കൊടുക്കാന്ന് വിചാരിക്കുക. പ്രിന്റ് എ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ബി കിട്ടും. ദെൻ ബി ഈക്വൽ ടു 10 കൊടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10 കൊടുത്താൽ എന്ത്? ബി പ്രിന്റ് ചെയ്യാൻ പോയാൽ എന്ത് കിട്ടും? 10 കിട്ടും. അതായത് ഈ എയിലേക്ക് ബി അസൈൻ ചെയ്തു, ബിയിലേക്ക് 10 അസൈൻ ചെയ്തു. എയുടെ വാല്യൂ ബിയും ബിയുടെ വാല്യൂ 10 ആണ്. അപ്പൊ ഈ എ നമ്മൾ കൊടുത്തതേ ഉള്ളൂ, പക്ഷെ എയുടെ വാല്യൂ എന്താ? ബി ആണ്. ബിയുടെ വാല്യൂ എന്താ? 10 ആണ്. അതുപോലെ വാല്യൂ അസൈൻ ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അതിനാണ് നമ്മൾ ഈക്വൽ ടു യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്ലസ് ഈക്വൽ ടു യൂസ് ചെയ്യാം. ഇനിയാണ് കുറച്ച് പാട്. അതായത് നമ്മൾ അഡിഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് പ്ലസ് ഈക്വൽ ടു. ഓക്കെ. പ്ലസ് ഈക്വൽ ടു എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തു. ഓക്കെ. എക്സിലേക്ക് ഞാൻ 10 എന്ന് പറഞ്ഞൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. എന്നിട്ട് ഞാൻ എക്സിലേക്ക് ഒരു 4 എന്ന് പറഞ്ഞ വാല്യൂ ആഡ് ചെയ്യുവാണ്. സാധാരണ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുന്നത്? എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 എന്നാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിൽ നമ്മൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 എന്നല്ല ആഡ് ചെയ്യുന്നത്. പകരം നമ്മൾ ചെയ്യുന്നത്
എക്സ് പ്ലസ് ഈക്വൽ ടു 4 എന്നാണ്. ഓക്കെ, അതായത് ഇവിടെ ഒറിജിനൽ ആയിട്ട് നടക്കുന്നത് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 എന്നാണ്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഈക്വൽ ടു 4 എന്നാണ് കൊടുക്കുന്നത്. അതായത് ഈ എക്സിലേക്ക് 4 ആഡ് ചെയ്തിട്ട് എക്സിലേക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? എന്നിട്ട് പ്രിന്റ് എക്സ് കൊടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? എക്സിന്റെ വാല്യൂ ആദ്യം 10 ആയിരുന്നു, 10ലേക്ക് 4 ആഡ് ആയിട്ട് എക്സിലേക്ക് പോയി സ്റ്റോർ ആവും. അതാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. കണ്ടോ, 14 കിട്ടി. എങ്ങനെയാണ് 14 കിട്ടിയത്? എക്സിന്റെ വാല്യൂ ആദ്യം 10 ആയിരുന്നു. സോ 10 ഈക്വൽ ടു 10 പ്ലസ് 4. അതല്ലേ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 4ന്റെ മീനിങ്. ഔട്ട്പുട്ട് എന്ത് കിട്ടും? 14 കിട്ടും. 14 കണ്ടോ, എക്സ് ഈക്വൽ ടു 10, എക്സ് പ്ലസ് ഈക്വൽ ടു 4 മീൻസ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 ആണ്. എക്സ് പ്ലസ് 4 എന്ന് പറയുന്നത് എത്രയാ? 10 പ്ലസ് 4 14. സോ പ്രിന്റ് എക്സ് കൊടുക്കുവാണെങ്കിൽ 14 കിട്ടും. ക്ലിയർ ആയോ? മനസ്സിലായോ? എക്സിന്റെ വാല്യൂ ആദ്യം 10 ആയിരുന്നു, 10ന്റെ 4 ആഡ് ചെയ്തു. സാധാരണ നമ്മൾ 10 പ്ലസ് 4 എന്നാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ 10 പ്ലസ് ഈക്വൽ ടു 4 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 10ന്റെ കൂടെ 4 ആഡ് ചെയ്തിട്ട് 10ലേക്ക് സ്റ്റോർ ചെയ്യുക. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയുക പ്ലീസ്. ചെയ്ത് നോക്കുക. ഈക്വൽ ടു ആൻഡ് പ്ലസ് ഈക്വൽ ടു ചെയ്ത് നോക്കുക.
ഓക്കെ ആണോ? കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്പറേറ്റർ നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മൈനസ് ഈക്വൽ ടു ആയിരിക്കും. ഓക്കെ. മൈനസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും? പ്ലസ് ഈക്വൽ ടുയുടെ ഓപ്പോസിറ്റ്. മൈനസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എക്സിലേക്ക് പറയുന്ന വാല്യൂ മൈനസ് ചെയ്തിട്ട് എക്സിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ എക്സ് ഈക്വൽ ടു 10 കൊടുത്തെന്ന് വിചാരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യും? എക്സ് മൈനസ് ഈക്വൽ ടു 5 ആ കൊടുക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഉണ്ടാവും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പ്രിന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. കാര്യം എന്താ? എന്താണ് അവിടെ നടന്നത്? എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 5 എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 5 ആണ്. എന്നിട്ട് അത് എക്സിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നു. അതായത് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. 10 ഈക്വൽ ടു 10 മൈനസ് 5 ഈക്വൽ ടു 5. അപ്പൊ ഔട്ട്പുട്ട് നമുക്ക് 5 എന്നായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മൈനസ് ഈക്വൽ ടു കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർ ഈക്വൽ ടു ചെയ്ത് നോക്കാം. സ്റ്റാർ ഈക്വൽ ടു അപ്പൊ എന്തായിരിക്കും? ഒരാൾ പറഞ്ഞേ. അൻസിയ പറഞ്ഞേ. സ്റ്റാർ ഈക്വൽ ടു എന്താണ്? എക്സാമ്പിൾ കാണിച്ച എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് 10 എന്ന് പറഞ്ഞൊരു വാല്യൂ അല്ലെങ്കിൽ 100 എന്ന് പറഞ്ഞൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? ബി എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ കൂടെ എടുത്തെന്ന് വിചാരിക്കുക. ഇതിലേക്ക് 2 എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടി സ്റ്റോർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യുവാണേ. അതായത് മൂന്നാമതൊരു വേരിയബിൾ എടുത്തു. സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു. സി ഈക്വൽ ടു ഇല്ലെങ്കിൽ നമുക്ക് ഈ വേരിയബിളിലേക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. എയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുവാണ്. എ ഈക്വൽ ടു സ്റ്റാർ ബി. എ ഈക്വൽ ടു സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ എന്താ? എയിലേക്ക് ബി ഇൻറ്റു ചെയ്തിട്ട് എയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുക എന്നാണ്. സോറി, പോയി എ സ്റ്റാർ ഈക്വൽ ടു ബി എന്നാണ് വരുന്നത്. എ സ്റ്റാർ ഈക്വൽ ടു ബി. ഓക്കെ. അപ്പൊ പ്രിന്റ് എ കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്ത് കിട്ടും? 100 ഇൻറ്റു 2 ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ. എ വിളിക്കുക, റൺ ചെയ്ത് നോക്കുക. ഇപ്പൊ 200 കിട്ടി. കാര്യം എന്താ ഇവിടെ നടന്നത് എന്താന്ന് വെച്ചാല് എ സ്റ്റാർ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ ബിയുടെ വാല്യൂ 2 ആയിരുന്നു. സോ എയുടെ വാല്യൂ 100 ആണ്. 100 ഇൻറ്റു 2 ആണ്. എന്നിട്ട് എന്ത് ചെയ്തു? എയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. അതുകൊണ്ടാണ് പ്രിന്റ് എ വിളിച്ചപ്പോൾ നമുക്ക് 200 കിട്ടിയത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. മൈനസ് ആൻഡ് സ്റ്റാർ ചെയ്ത് നോക്കുക.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ആദ്യത്തെ രണ്ട് ചെയ്ത് നോക്കുമ്പോൾ ബാക്കി എന്തായാലും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ. നമുക്ക് ദെൻ ഡിവിഷൻ ഈക്വൽ ടു ചെയ്ത് നോക്കാം. ഡിവിഷൻ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് ആ വാല്യൂയിലേക്ക് സ്റ്റോർ ചെയ്ത് നോക്കാം. അത്രേ ഉള്ളൂ ഡിവിഷൻ ഈക്വൽ ടു. നിങ്ങൾ ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ അസൈൻമെന്റ് വാല്യൂ കൂടി എഴുതി വെക്കണേ. ഓക്കെ. ഡിവിഷൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് വാല്യൂ കിട്ടുന്നത് നോക്കാം. 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചു. റൺ ചെയ്ത് നോക്കാം. നമുക്ക് 50 കിട്ടിയിട്ടുണ്ട്. നമുക്ക് മോഡുലസ് കൂടി കണ്ടുപിടിക്കാം. അതായത് 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും 50 അല്ലേ കാണത്തുള്ളൂ. സോ നമുക്ക് 50 കിട്ടി. ഇനി മോഡുലസ് കണ്ടുപിടിക്കാം. മോഡുലസ് എന്ന് പറയുമ്പോൾ റിമൈൻഡർ ആണ്. റിമൈൻഡർ കണ്ടുപിടിച്ചിട്ട് എയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ് ആണ് ഇവിടെ ചെയ്യുന്നത്. റൺ ചെയ്ത് നോക്കാം. 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് 0 റിട്ടേൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കൂടി ചെയ്ത് നോക്കുക. ഓക്കെ ആണോ? ഓക്കെ, ചെയ്ത് നോക്കുക. ഓക്കെ. ഇല്ലെങ്കിൽ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. കമ്പാരിസൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇപ്പൊ കമ്പാരിസൺ ഓപ്പറേറ്റർ ഇത്
ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കമ്പയർ ആണ് ചെയ്യുന്നത്. അതായത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ആണ് ചെയ്യുന്നത്. സോ ഇതൊരു കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. പിന്നെ നോട്ട് ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. പിന്നെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത്രയുമാണ് നമ്മുടെ കമ്പാരിസൺ ഓപ്പറേറ്റർ. ഓക്കെ, ഒരെണ്ണം ചെയ്യുമ്പോൾ ബാക്കി നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഫസ്റ്റ് നമുക്ക് ഈക്വൽ ടു ഓപ്പറേറ്റർ ചെയ്ത് നോക്കാം. ഇവിടുത്തെ കേസിൽ കമ്പാരിസൺ ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും. അതായത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും നമുക്ക് ഇവിടുത്തെ കേസിൽ റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ എ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൽ 10 എന്ന് പറഞ്ഞ ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. ബി എന്ന് പറയുന്ന മറ്റൊരു വേരിയബിളിൽ 5 എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ദെൻ സി എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടി നമുക്ക് എടുക്കാം. സി ഈക്വൽ ടു, സിയിലേക്ക് ഞാൻ 10 എന്ന് പറഞ്ഞ വാല്യൂ തന്നെ സ്റ്റോർ ചെയ്യാൻ കൊടുത്തു. 3 വേരിയബിൾ കൊടുത്തു, അതിന് വാല്യൂസ് കൊടുത്തു. ഇനി നമുക്ക് ഈ 3 വേരിയബിൾസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഞാൻ ഡബിൾ ഈക്വൽ ടു വർക്ക് ചെയ്യിക്കുവാണ്. സോ ഡയറക്റ്റ് കൊടുക്കുന്നു, പ്രിന്റ് എ ഈക്വൽ ടു ബി. എയും ബി ഈക്വൽ ആണോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഞാൻ ഡയറക്റ്റ് പ്രിന്റിൽ തന്നെ കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈക്വൽ ടു ബി ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോ ഡയറക്റ്റ് പ്രിന്റിൽ തന്നെ കൊടുത്ത് റൺ ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ മൂന്നാമതൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ട്രൂ ആണോ? അല്ല. എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ 5ഉം ആണ്. സോ ഇത് ഫോൾസ് ആണ്. സോ നമുക്ക് ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്ത് കിട്ടി. ട്രൂ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ എയുടെ വാല്യൂവും അതുപോലെ നമ്മൾ ചെക്ക് ചെയ്യുന്ന വാല്യൂവും സെയിം ആയിരിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ചെക്ക് ചെയ്യാം. പ്രിന്റ് എ ഈക്വൽ ടു സി. അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് ട്രൂ ആയിരിക്കോ ഫോൾസ് ആയിരിക്കോ കിട്ടുന്നത്? ഒരാൾ പറഞ്ഞേ. ആദർശ് പറയൂ. ട്രൂ ആ കിട്ടുന്ന കാര്യം എന്താ? എയുടെ വാല്യൂവും സിയുടെ വാല്യൂവും 10 ആണ്. സോ നമുക്ക് 10 ആയിരിക്കും കിട്ടുന്നത്. സോറി, ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഡബിൾ ഈക്വൽ ടു നമ്മൾ ചെക്ക് ചെയ്തതുപോലെ തന്നെ നമുക്ക് നോട്ട് ഈക്വൽ ടു കൂടി ചെക്ക് ചെയ്യാം. നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഈക്വൽ അല്ല എങ്കിൽ മാത്രം ട്രൂ കിട്ടും, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നേരത്തെ ചെക്ക് ചെയ്തതുപോലെ കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. പ്രിന്റ് എ നോട്ട് ഈക്വൽ ടു ബി എന്നാണ് ഞാൻ ചെക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ട്രൂ ആയിരിക്കോ ഫോൾസ് ആയിരിക്കോ കിട്ടുന്നത്? എയും ബിയും ഈക്വൽ അല്ല എന്നാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഈക്വൽ അല്ല എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രൂ എന്ന് റിട്ടേൺ ചെയ്ത് കിട്ടും. കണ്ടോ, കാര്യം എന്താ, ഇത് ഈക്വൽ അല്ല. സോ ഞാൻ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ശരിയാണ്. സോ എനിക്ക് ട്രൂ എന്ന് റിട്ടേൺ ചെയ്ത് കിട്ടി. ഇനി നമുക്ക് തിരിച്ചും കൂടി ഒന്ന് നോക്കാം. എ നോട്ട് ഈക്വൽ ടു സി ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. എ നോട്ട് ഈക്വൽ ടു സി ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഇവിടുത്തെ കേസിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഒരാൾ പറഞ്ഞ അൻസിയ ഫോൾസ് ആണ് കിട്ടുന്നത്. കാര്യം എന്താ, എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും സെയിം ആയതുകൊണ്ട് തന്നെ നോട്ട് ഈക്വൽ ടു അവിടെ വർക്ക് ചെയ്യില്ല. സോ നമുക്ക് ഫോൾസ് ആയിരിക്കും കിട്ടുന്നത്. ചെയ്ത് നോക്കുക. ഡബിൾ ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു ചെയ്ത് നോക്കുക. നിങ്ങൾ മൂന്നാമതൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് അസൈൻ ചെയ്തിട്ട് ആ വേരിയബിൾ പ്രിന്റ് ചെയ്താൽ മതി.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഹലോ. ഓക്കെ. ഇനി നമുക്ക് ഗ്രേറ്റർ ദാൻ നോക്കാം. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കൊടുക്കുന്ന കണ്ടീഷനായിട്ട് വലുതാണോ എന്നായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഞാനിപ്പോ കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. എ ഗ്രേറ്റർ ദാൻ ബി. എ ബിനേക്കാൾ വലുതാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതുപോലെ എ ഗ്രേറ്റർ ദാൻ സിയും കൂടി ചെക്ക് ചെയ്യാം. സിനെക്കാളും വലുതാണോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇവിടുത്തെ കേസിൽ ആദ്യത്തെ കേസിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കുമ്പോൾ നമുക്ക് ട്രൂ ആയിരിക്കും കിട്ടുന്നത്. രണ്ടാമത്തെ കേസിൽ എന്താ, എയുടെയും സിയുടെയും വാല്യൂ സെയിം ആണ്. സോ നമുക്ക് എന്തായിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്? ഫോൾസ് ആണ്. കാര്യം എന്താ, ഗ്രേറ്റർ ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ കേസിൽ എ ബിനേക്കാൾ ഗ്രേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രൂ എന്ന് റിട്ടേൺ ചെയ്ത് കിട്ടി. രണ്ടാമത്തെ കേസിൽ നമുക്ക് ഫോൾസ് കിട്ടി. കാര്യം എന്താ, എ സിയും ഈക്വൽ ആണ്. സോ നമുക്ക് ഈക്വൽ ആണ് കിട്ടിയത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ചെയ്ത് നോക്കിയാലോ? അതാണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഗ്രേറ്റർ ദാനും ഈക്വലും ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഗ്രേറ്റർ ആണോ ഈക്വൽ ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യുവാണ്. അപ്പൊ ആദ്യത്തെ കേസിൽ ബി എനേക്കാൾ ഗ്രേറ്റർ ആണോ ഈക്വൽ ആണോ നോക്കിയപ്പോ ട്രൂ കിട്ടി. കാര്യം എന്താ, എനേക്കാൾ ഗ്രേറ്റർ ആണ് ബി. സോ നമുക്ക് ട്രൂ എന്ന് കിട്ടി. രണ്ടാമത്തെ കേസിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി കൊടുത്തു. സോ ഗ്രേറ്റർ വർക്ക് ചെയ്യില്ല, പക്ഷെ എ ഈക്വൽ ടു സി ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത് ട്രൂ എന്ന് കിട്ടി. തിരിച്ചാണ് കൊടുത്തെങ്കിലോ, ഞാൻ ഇവിടെ ബിയും എയും ആണ് കൊടുത്തെങ്കിൽ നമുക്ക് ഫോൾസ് കിട്ടും. കാര്യം എന്താ, എനേക്കാൾ ചെറുതാണ് ബി, പക്ഷെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ വലുതാണെന്നാണ്. സോ നമുക്ക് എന്തായിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്? ഫോൾസ് ആയിരിക്കും കിട്ടുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉള്ള കണ്ടീഷൻ വർക്ക് ആവുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെസ് ദാൻ നോക്കാം. ലെസ് ദാൻ എന്തായിരിക്കും? അപ്പോ ഇപ്പൊ ഞാൻ ഇവിടെ ചെക്ക് ചെയ്യുവാണ്. എ ലെസ് ദാൻ ബി. ബിനേക്കാൾ ചെറുതാണ് എ എന്ന് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യുന്നു. അതുപോലെ സിനേക്കാൾ ചെറുതാണ് എ എന്നും കൂടിയാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് എന്ത് കിട്ടും? ഫോൾസ് കിട്ടും. രണ്ടാമത്തെ കേസിലും നമുക്ക് എന്ത് കിട്ടും? ഫോൾസ് കിട്ടും. അതിന്റെ റീസൺ എന്താ പറഞ്ഞേ? ഒരാൾ പറഞ്ഞേ, അതിന്റെ റീസൺ എന്താ? ഓക്കെ. സോ ലെസ് അല്ല ഇവിടെ, സെയിമും ആണ് വലുതുമാണ്. സോ അതുകൊണ്ട് നമുക്ക് ഫോൾസ് കിട്ടി. അപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യുന്നു, ഇതിപ്പോ തിരിച്ചു കൊടുക്കാന്ന് വിചാരിക്കാം. ബി ലെസ് ദാൻ എ എന്നാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൂ കിട്ടും. കാര്യം എനേക്കാൾ ചെറുതാണ്. സോ അവിടുത്തെ കണ്ടീഷൻ വർക്ക് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രൂ ആണ് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ലെസ് ദാൻ ഈക്വൽ ടു ആണെങ്കിലോ സെയിം കാര്യം തന്നെ, സെയിം കാര്യം തന്നെയാണ്. കണ്ടീഷൻസ് നമുക്ക് ചെറുതാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്നാണ് ഇവിടുത്തെ കേസിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. അതും കൂടി നമുക്ക് നോക്കാം. ഇവിടുത്തെ കേസിൽ ബി എനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. പക്ഷെ നമുക്ക് ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും കിട്ടുന്നത്? ഫോൾസ് ആയിരിക്കും കിട്ടുന്നത്. കാര്യം എക്കാൾ ചെറുതല്ലേ ബി. സോ നമുക്ക് ഇവിടെ ട്രൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ. കാര്യം എനേക്കാൾ ചെറുതാണ് ബി, അതുകൊണ്ട് തന്നെ നമുക്ക് ട്രൂ കിട്ടും. ഇവിടുത്തെ കേസിൽ നമുക്ക് ട്രൂ ആയിരിക്കും കിട്ടുന്നത്. ചെറുതല്ല, പക്ഷേ എയും സിയും ഈക്വൽ ആണ്. സോ നമുക്ക് രണ്ടും ട്രൂ ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആയോ? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ചെയ്ത് നോക്കുക.
ഓക്കെ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവര് ഇപ്പൊ ചെയ്ത ഇത്തരം കാര്യങ്ങൾ ഫ്ലോട്ട് യൂസ് ചെയ്ത് ചെയ്യുക. ആദ്യം അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ചെയ്യുക. അതിനുശേഷം അസൈൻമെന്റ് ഓപ്പറേറ്റർ ചെയ്യുക. ഓക്കെ. സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി പഠിക്കും. പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് യൂസ് ചെയ്ത് ചെയ്യിക്കുന്നത്. അതും കൂടി ഒന്ന് ചെയ്യുക. ആ പറഞ്ഞോളൂ. എന്ത് പറ്റി? ആ കമ്പാരിസൺ ഓപ്പറേറ്റർ. അതില് എന്ത് പറ്റി? ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു ആൻഡ് ലെസ് ദാൻ. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോന്നും പ്രിന്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുക. എന്താണ് പ്രിന്റ് ചെയ്യിക്കുന്നതെന്ന് പ്രിന്റിൽ കോഡ്സിൽ കൊടുത്ത് പ്രിന്റ് ചെയ്യിക്കുക. കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം. ഇന്നലെ ഇന്നലത്തെ നിങ്ങളെ കോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചിലവരൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ടൈപ്പ് തന്നെ ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ടൈപ്പ് തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ.
കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് യൂസ് ചെയ്തും കൂടി ഇത് ചെയ്യിക്കുന്നത്. ഇപ്പൊ ഫ്ലോട്ട് യൂസ് ചെയ്ത് ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവര് ഒരെണ്ണം കൂടി നിങ്ങൾക്ക് തരാം, അതും കൂടി ചെയ്ത് നോക്കുക. കാര്യം ഇൻഡിജേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് ഇവിടെ കഴിയുവാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ കൂടി കഴിയുമ്പോൾ. സോ ഒരു കാര്യം കൂടി തരാം, നിങ്ങൾ അതും കൂടി ചെയ്യുക. ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. നമ്മൾ പഠിച്ചത് വെച്ചിട്ട് മാത്രമേ ആകാവുള്ളൂ. എക്സ്ട്രാ അറിയാവുന്നവരാണെങ്കിൽ ഓക്കെ, അറിയാത്തവരാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതും ഇപ്പൊ പറഞ്ഞ ടാസ്കുമായിട്ട് സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യണം. കോപ്പി പേസ്റ്റ് ചെയ്ത് ആരും സബ്മിറ്റ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഇത് രണ്ടും സബ്മിറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ അറ്റൻഡൻസ് ലോഗ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ ഈ പറഞ്ഞത് ചെയ്യുക. ഓക്കെ, ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യുക, പ്ലസ് ഇതെല്ലാം പ്ലോട്ട് യൂസ് ചെയ്ത് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡയറക്റ്റ് വാല്യൂയിലേക്ക് കൊടുത്താൽ മതി ഇൻപുട്ട്. ഡയറക്റ്റ് നമ്പർ യൂസ് ചെയ്ത് ചെയ്താൽ മതി. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്, നമ്പർ യൂസ് ചെയ്ത് ചെയ്താൽ മതി. ഓക്കെ, യൂസർ ഇൻപുട്ട് യൂസ് ചെയ്ത് ചെയ്യുന്നതിന് നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ.